കർത്താവേ, സർവശക്തനായ ദൈവമേ, അങ്ങേക്ക് ക്രിസ്തുവിനോടുകൂടെ ക്രിസ്തുവിൽ തന്നെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ആരാധനയും സ്തുതിയും മഹത്വവും എന്നും എന്നേക്കും ആമേൻ. ഞാൻ പലപ്പോഴും ഒരു ഹെൽത്ത് വീഡിയോ ചെയ്യാൻ ആഗ്രഹിക്കുമ്പോഴെല്ലാം മറ്റു തരത്തിലെ വീഡിയോ കടന്നു പോയിട്ടുണ്ട്. അതായത് 2024 അവസാനിക്കുന്നതുകൊണ്ടും പിന്നെ ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ടും മറ്റു തരത്തിലെ വീഡിയോ ആണ് കടന്നു പോയത്. എന്നാൽ ഞാൻ ഇപ്രാവശ്യം വേറെ വീഡിയോ ഇടാൻ ഇട്ടതാണ്. പക്ഷേ ഞാൻ ഒരു ഹെൽത്ത് വീഡിയോ ഇട്ടിട്ടേ മറ്റ് വീഡിയോ ചെയ്യുമെന്നുള്ള ഒരു പൂർണ്ണമായ പ്രതിജ്ഞയോടുകൂടിയാണ് ഇപ്രാവശ്യം കടന്നു പോയത്. നമുക്ക് ഇപ്രാവശ്യം ഏറ്റവും പ്രധാനപ്പെട്ടൊരു ഹെൽത്ത് വീഡിയോയെ പറ്റി നമ്മൾ കടന്നു പോകുന്നത്, അതായത് തലയെപ്പറ്റിയാണ്. എല്ലാവരും ചോദിക്കാറുണ്ട്, ഒരു ആക്സിഡൻ്റ് ഉണ്ടായി കഴിയുമ്പോൾ അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു തലയിൽ ശക്തമായി അടിച്ചോ മറ്റു തരത്തിലുള്ള പ്രശ്നങ്ങളോ ഉണ്ടായിട്ട് കടന്നു ചെല്ലുമ്പോൾ എന്താണ് ഒരു ന്യൂറോ സർജൻ ചെയ്യുന്നതെന്ന് ആദ്യമായിട്ട് നമുക്ക് ഒരു സ്ട്രക്ചർ പഠിക്കണം. അതിനുശേഷം ബാക്കി കാര്യങ്ങൾ സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇത് പുസ്തകങ്ങൾ പഠിച്ചുകൊണ്ടോ അതുപോലെ തന്നെ ഒത്തിരി കാര്യങ്ങൾ ചോദിച്ച് പഠിച്ചുകൊണ്ടല്ല, ഞാൻ പഠിച്ചപ്പം മുതൽ ഇന്ന് വരെയുള്ള അനുഭവജ്ഞാനം വെച്ച് പറയുന്ന കാര്യങ്ങളുള്ളൂ. പിന്നെ എല്ലാ കാര്യവും ഉൾപ്പെടുത്തുകയില്ല, അതിനുള്ള സമയമില്ല. തലയെന്ന് പറയുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു അവയവമാണ് ദൈവം തന്ന ദാനത്തിൽ. എല്ലാം ദൈവത്തിൻ്റെ ദാനം തന്നെയുമാണ്. അതായത് നമുക്ക് റൈറ്റ് സൈഡ്, ലെഫ്റ്റ് സൈഡ്, ശരീരത്തിൻ്റെ നടുഭാഗമായ മെഡുല്ല ഒബ്ലിഗേറ്റ പോകുന്ന സ്ഥലങ്ങൾ, അല്ലെങ്കിൽ സ്പൈനൽ കോഡുമായി ബന്ധപ്പെട്ട ഭാഗങ്ങൾ, ഇതെല്ലാം തന്നെ വളരെ വളരെ തലയുടെ ഏറ്റവും മുകൾ ഭാഗം മുതൽ കാലിൻ്റെ വിരലിൻ്റെ അറ്റം വരെ നാഡീവ്യൂഹങ്ങളാൽ വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് ന്യൂറോ ഭാഗങ്ങൾ, അല്ലെങ്കിൽ തലയുടെ ഓരോ ഭാഗങ്ങളും. അതായത് പ്രധാനമായിട്ടും തലയുടെ ഉൾഭാഗം എടുക്കുമ്പോൾ സെറിബ്രം, സെറിബെല്ലം, മെഡുല്ല ഒബ്ലിഗേറ്റ, അതുപോലെ തന്നെ മറ്റു ഭാഗങ്ങളായ സ്പൈനൽ കോഡ്, ഇതെല്ലാം അല്ലെങ്കിൽ അതുപോലെ തലയിലുള്ളിൽ കിടക്കുന്ന CSF ഫ്ലൂയിഡ്, സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ്, അതുപോലെ തന്നെ സ്പൈനൽ കോഡിലുള്ള സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ്, ഇതെല്ലാം തന്നെ വളരെ വളരെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ഭാഗങ്ങളാണ്. അപ്പോൾ തലയെ എടുക്കുമ്പോൾ, സ്ട്രക്ചർ എടുക്കുമ്പോൾ മറ്റ് ചില പ്രധാനപ്പെട്ട ഭാഗങ്ങൾ പറയുമ്പോൾ തലയുടെ ഓരോ എല്ലുകളും അല്ലെങ്കിൽ തലയുടെ ബോൺ വളരെ ശക്തമായ രീതിയിൽ നമ്മുടെ ഉള്ളിലെ അവയവങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ദൈവം വളരെ കഠിനമായി നിർമ്മിച്ച തലയോട്ടികളാണ്, അല്ലെങ്കിൽ തലയുടെ ബോണുകളാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് ഫ്രണ്ടൽ ബോണ്, ഓക്സിപിറ്റൽ ബോണ്, പെറേറ്റൽ ബോണ്, ടെമ്പറൽ ബോണ്, സജൈറ്റൽ ബോണ്, നാസൽ ബോണ്, ഈ ഒത്തിരി ബോണുകൾ ചേർന്ന ഭാഗമാണ് നമ്മുടെ തലയോട്ടി എന്ന് പറയുമ്പോൾ. അപ്പോൾ ഈ തലയോട്ടിയുടെ ഭാഗങ്ങൾ സൂച്ചറായിട്ട് അല്ലെങ്കിൽ തുന്നിച്ചേർത്ത പോലെ നമുക്ക് ഒത്തിരി സൂച്ചറുണ്ട്. കൊറോണിയൽ സജൈറ്റൽ സൂച്ചർ, അതുപോലെ തന്നെ പെറേറ്റൽ സൂച്ചർ, ടെമ്പറൽ സൂച്ചർ, അങ്ങനെ ഒത്തിരി ഭാഗങ്ങൾ നമ്മുടെ ഈ സൂച്ചേഴ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ സൂച്ചറെല്ലാം പരസ്പരം ബന്ധപ്പെടുത്തിക്കൊണ്ട് നമ്മളെ തലയോട്ടിയെ സംരക്ഷിച്ച് നിലത്തുന്നത്. അപ്പോൾ ഒരു ആക്സിഡൻ്റ് ഉണ്ടായിട്ട്, ജസ്റ്റ് ഒരു ആക്സിഡൻറ്റ് പറയാം, ഒരു ആക്സിഡൻ്റ് ഉണ്ടായിട്ട് ഒരു രോഗിയെ പെട്ടെന്ന് നമ്മൾ ഓപ്പറേഷൻ തിയേറ്ററിൽ എത്തിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ പലരും ചോദിക്കുക എന്താണ് ചെയ്യുന്നത്. അപ്പോൾ തലയുടെ ഈ ഭാഗത്ത് ഒന്നിലോ നമുക്ക് ക്രേനിയോട്ടമി ചെയ്യും. ക്രേനിയോട്ടമി എന്ന് പറയുമ്പോൾ വലിയൊരു സർജറിയാണ്. തലയുടെ ക്രേനിയത്തിൽ നല്ലൊരു ഭാഗം മുറിച്ചു മാറ്റി അതിലുള്ള ഡ്യൂറിയും സബ്ഡ്യൂറിയും എല്ലാം നോക്കുന്നവയാണ് ക്രേനിയോട്ടമി. എന്നാൽ ചിലപ്പോൾ ബർഹോൾ ചെയ്യാം. ബർഹോളാണെങ്കിൽ ചെറിയൊരു ഭാഗം മാത്രം തുറന്നിട്ട് അതിലെ ഡ്യൂറ് ഓപ്പൺ ചെയ്ത്, അല്ലെങ്കിൽ SAH സബ് അർക്കനോയിഡ് ഹെമറ്റോമ, സബ്ഡ്യൂറൽ ഹെമറ്റോമ, ഒത്തിരി ഭാഗങ്ങൾ പഠിക്കാനുണ്ട്. അപ്പോൾ ഓരോ ഭാഗത്തെയാണ് ഡ്യൂറ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഈ എത്രയും പെട്ടെന്ന് എന്താണ് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ആ തലയോട്ടിക്കുള്ളിലെ ക്ലോട്ട് എടുത്ത് മാറ്റി രോഗി രക്ഷിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനമായിട്ട് ന്യൂറോ സർജറി ചെയ്യുവാനുള്ള പ്രധാനപ്പെട്ട ഭാഗം. അപ്പോൾ അതിനു വേണ്ടി പ്രധാനമായിട്ടും എന്താണ് ന്യൂറോ സർജറി എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ തലയുടെ ഏറ്റവും മുകളിലത്തെ ലെയർ അത് ഓപ്പറേഷനിലൂടെ, അതായത് ബ്ലേഡിലൂടെ മുറിച്ചു മാറ്റിയതിന് ശേഷം തലയുടെ ഓരോ ഭാഗത്ത് നിശ്ചിത ശതമാനം ഡിസ്റ്റൻസ് വെച്ച് ന്യൂറോ ഡ്രിൽ ഉപയോഗിച്ചു തുളയുണ്ടാക്കും. ഈ ഒരു തുളയിൽ നിന്നും മറ്റൊരു തുളയിലേക്കുള്ള ഡിസ്റ്റൻസ് വളരെ കുറവായിരിക്കും. ഈ ഡിസ്റ്റൻസ് ഭാഗത്ത് ഈ ന്യൂറോ ഡ്രിൽ ഉപയോഗിച്ച് മുറിച്ചിട്ട് എന്തു ചെയ്യും, അതിനെ പുറത്തോട്ട് എടുക്കുമ്പോൾ തലയോട്ടി പുറത്തോട്ടായി. അപ്പോൾ തലയോട്ടി പുറത്തെടുക്കുമ്പോൾ തന്നെ ഒരു പക്ഷേ
തലയോട്ടിക്കും ഡ്യൂറോ ഭാഗത്തിനും ഇടയ്ക്ക് ക്ലോട്ട് ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്. കാരണം ഡ്യൂറോ പൊട്ടിക്കഴിഞ്ഞാൽ ഒരു പപ്പടത്തിന് തൊലി പോലെയാണ് അതിൻ്റെ ആവരണം, തലച്ചോറിനെ പൊതി സൂക്ഷിക്കുന്ന ആവരണം നിലനിൽക്കുന്നത്. അപ്പോൾ അതിന് പുറത്തുള്ള ക്ലോട്ടിൻ്റെ ആദ്യം എടുത്തു മാറ്റി അതിനൊക്കെ ഉപരിയായിട്ട് എന്ത് സംഭവിക്കും? ആ സബ്ഡ്യൂറൽ ആ പപ്പടം പോലുള്ള ആ തൊലി അല്ലെങ്കിൽ അതിൻ്റെ ആവരണം എടുത്തു മാറ്റി നോക്കുമ്പോൾ നല്ലൊരു ശതമാനം ക്ലോട്ട്, കഷ്ണമായ ക്ലോട്ടിനെ നമുക്ക് കാണുവാൻ കഴിയും. ഈ ക്ലോട്ട് ഉണ്ടാകുമ്പോൾ എത്രയും പെട്ടെന്ന് പേഷ്യൻ്റ് എംബിസെമി അടിച്ചും അബ്നോർമൽ സ്റ്റേജിലേക്ക് പോയും രക്തോട്ടം പോയും അതുപോലെ തന്നെ നാഡീഭൂതങ്ങൾ ബന്ധപ്പെടുകയും മരണത്തിലേക്ക്, അൺകോൺഷ്യസ് സ്ഥലത്തിലൂടെ മരണത്തിലേക്ക് സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് ന്യൂറോ സർജൻ ഈ തലയോട്ടി എടുത്ത് മാറ്റി ഉൾഭാഗത്ത് പപ്പടം പോലത്തെ ഡ്യൂറ മുറിച്ച്, അതിന് ഏതൊക്കെ ഉപകരണമാണെന്ന് പറയില്ല, വളരെ സൂക്ഷ്മമായി മുറിച്ച് ആ തൊലി പുറത്തോട്ടെടുത്ത് അതിലുള്ള തലച്ചോറിലുള്ള ആ ക്ലോട്ടിനെ എടുത്ത് കളയുമ്പോൾ തന്നെ നല്ലൊരു ശതമാനം സർജറിയുടെ ഭാഗമായി തീർന്നു. അതിനുശേഷം ഒരു പക്ഷേ നല്ല രീതിയിലുള്ള ചിലപ്പോൾ ക്യാൻസർ പോലുള്ള ഭാഗങ്ങളാണെങ്കിൽ അത് ആക്സിഡൻ്റ് അല്ല, അല്ലെങ്കിൽ പൊട്ടിഞ്ഞുറുങ്ങിയ ഭാഗങ്ങൾ തലച്ചോറിലുണ്ടെങ്കിൽ ആ ഭാഗത്ത് കോട്ടറി എന്ന സംഭവം കരിച്ചിട്ട് കോട്ടറി ഉപയോഗിച്ച് കരിച്ചതിന് ശേഷം എന്തു ചെയ്യുന്നു പറഞ്ഞാൽ പ്രധാനമായി 2 കാര്യങ്ങൾ ഉപയോഗിക്കുന്നു. ഒന്ന് അബ്ജൽ ഉപയോഗിക്കുന്നുണ്ട്, അതുപോലെ തന്നെ സർജിസൽ എന്നൊരു സംഭവം ഉപയോഗിക്കുന്നുണ്ട്. അബ്ജൽ എന്ന് പറയുമ്പോൾ അബ്സോർവ് ചെയ്യാൻ, രക്തത്തെ പെട്ടെന്ന് അബ്സോർവ് ചെയ്ത് മാറ്റാൻ അബ്ജൽ സഹായിക്കും, അത് അബ്സോർബിളാണ്. എന്നാൽ സർജിസൽ ഉപയോഗിക്കുന്നത് നമ്മുടെ ഈ മുറിഞ്ഞ ഭാഗത്ത് അല്ലെങ്കിൽ കരിച്ച ഭാഗത്ത് അല്ലെങ്കിൽ ടിഷ്യൂ എടുത്ത ഭാഗത്ത് എത്രയും പെട്ടെന്ന് അതിനെ വീണ്ടും അത് കരിയുന്നതിന് വേണ്ടി അല്ലെങ്കിൽ പിന്നീടും തലച്ചോറിൻ്റെ ഭാഗത്തെ ഉണക്കുന്നതിന് വേണ്ടി ആണ് സർജിസൽ സഹായിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ കൊച്ചു കോട്ടൺ ഭാഗങ്ങൾ ഉപയോഗിച്ച് അബ്സോർബ് ചെയ്യും. അതിനേക്കാൾ ഉപരിയായിട്ടാണ് അബ്ജല്ലും സർജിസലും ഉപയോഗിക്കുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് അത് ഉപയോഗിച്ചിട്ട് ചെയ്തതിന് ശേഷം എന്തു ചെയ്യും? ആ ഡ്യൂറ ഭാഗത്തെ പുറത്ത് ആ തലച്ചോറിൻ്റെ മുകൾ ഭാഗത്തുള്ള ആ പപ്പടം പോകത്ത തൊലി അതിനെ സ്യൂച്ചർ ചെയ്ത് പഠിപ്പിക്കുന്നു. സൂച്ചർ എന്ന് പറഞ്ഞാൽ വളരെ മൈന്യൂട്ട് സൂച്ചറാണ് ഉപയോഗിക്കുന്നത്. അപ്പം പപ്പടത്തെ സൂച്ചർ ചെയ്യുന്ന പോലെ അത് വൃത്തിയാക്കിയ ശേഷം, അതിൻ്റെ ബാളെല്ലാം വൃത്തിയാക്കിയ ശേഷം എന്തു ചെയ്യും? ആ ഒരു പക്ഷേ തലയോട്ടിയുടെ മുറിച്ചെടുത്ത് പുറത്ത് വെച്ച ഭാഗം പരസ്പരം തുളയിലൂടെ ഏച്ചു കെട്ടി വെക്കാം. അതല്ലെങ്കിൽ ചില സർജറികളിൽ അത് പിന്നീട് ഉണങ്ങിയതിന് ശേഷം അല്ലെങ്കിൽ അതിൻ്റെ പരിവർത്തനം അറിഞ്ഞതിന് ശേഷം, അതിൻ്റെ പുരോഗതി ശേഷം മാത്രമാണ് ആ ഭാഗത്തേക്ക് ആ എടുത്ത തലയോട്ടിയുടെ ഭാഗങ്ങൾ വെക്കാറുള്ളത്. ഇതാണ് അപ്പോൾ മെയിനായിട്ട് ചെയ്യുന്നത്. എന്താ? ക്ലോട്ട് എടുത്ത് കളയുന്നു, പേഷ്യൻറ്റിനെ പെട്ടെന്ന് ആ ബ്ലീഡിങ്ങിൽ നിന്ന് സംരക്ഷിക്കുന്നു. എത്രയും പെട്ടെന്ന് പേഷ്യൻറ്റിനെ സംരക്ഷിക്കുകയാണ് ഒരു ന്യൂറോ സർജൻ ചെയ്യുന്നത്. അത്രയും വിലപ്പെട്ട ഒരു സർജറിയാണ് ന്യൂറോ സർജറി. അപ്പം നമ്മുടെ ജീവിതത്തിൽ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലുമുള്ള എല്ലാ നാഡീഭാഗങ്ങളിലും നമ്മുടെ നട്ടലിൻ്റെ ഉൾഭാഗം പോകുന്ന സുഷ്മന നാഡികളും എല്ലാം തന്നെ അതിലടങ്ങിയ സെറിബ്രൽ സ്പൈനൽ ഫ്ലൂയിഡ്, തലച്ചോർ സെറിബ്രൽ ഫ്ലൂയിഡ് എല്ലാം ബന്ധപ്പെട്ടതാണ്. എക്സസീവ് കളക്ഷൻ ഓഫ് ദ സെറിബ്രൽ ഫ്ലൂയിഡ് ഇൻ ദ ബ്രെയിനിൽ എക്സസീവ് കളക്ഷൻ ഓഫ് ദ സെറിബ്രൽ സ്പൈനൽ ഫ്ലൂയിഡ് ഉണ്ടായി തന്നെ അബ്നോർമാലിറ്റിയിലേക്ക് പേഷ്യൻ്റ് പോകും, കോമ സ്റ്റേജിലേക്ക് പോകും, അബോധാവസ്ഥയിലേക്ക് പോകും. പേഷ്യൻ്റ് മറ്റ് ഓർമ്മശക്തി നഷ്ടപ്പെടാം, മറ്റ് വൈകല്യങ്ങളുണ്ടാകാം, തളർവാദം സംഭവിക്കാം, എപ്പിലെപ്സി സംഭവിക്കാം, സ്വിച്ച് ഡിസോർഡർ, ഒത്തിരി കാര്യങ്ങളുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ അധികം വിശദമായി പറയുന്നില്ല. അപ്പോൾ എത്രയും പെട്ടെന്ന് ആ ഫ്ലൂയിഡ് എടുത്ത് കളയുന്നതിനാണ് ഞാൻ ബർഹോൾ ചെയ്ത് ആ ഫ്ലൂയിഡിനെ പുറത്ത് കളയും. കൂടുതലുള്ള ഫ്ലൂയിഡിനെ പുറത്ത് കളയും. ഒരു ബർഹോൾ തുളച്ച് ഡ്യൂറോ ഓപ്പൺ ചെയ്ത് അതിലേക്കൊരു സ്റ്റെൻ്റ് ഇട്ട് അതിൽ നിന്ന് പുറത്തോട്ട് കുപ്പിയിലേക്ക് എടുത്ത് കളയാണ്. അതാണ് സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ്. മെനിഞ്ചൈറ്റിസ് ഒക്കെ ഉണ്ടോയെന്ന് അറിയാൻ നമ്മൾ ഈ സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡിൻ്റെ പരീക്ഷണം അല്ലെങ്കിൽ അതിൻ്റെ ടെസ്റ്റാണ് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെയാണ് ഒരു ന്യൂറോ സർജൻ ചെയ്യുന്നത്. അപ്പോൾ തലയെപ്പറ്റി നിങ്ങൾക്ക് അധികം പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നത് ഒത്തിരി സമയം പിടിക്കും. അപ്പോൾ അത്യാവശ്യം നിങ്ങൾ മനസ്സിലായിരിക്കും. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു സർജറിയാണ് ന്യൂറോ സർജറി. അപ്പോൾ എന്ത് സംഭവിച്ചാൽ എത്രയും പെട്ടെന്ന് ആശുപത്രി എത്തിച്ചുകൊണ്ട് നമുക്ക് ആ ജീവനെ രക്ഷിക്കാൻ കഴിയും. അപ്പോൾ എല്ലാവർക്കും ഇതിനെപ്പറ്റി മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പം എല്ലാവരെയും ദൈവം സമൃദ്ധം അനുഗ്രഹിക്കട്ടെ. അപകടം കൂടാതെയും രോഗം കൂടാതെയും നല്ല ആരോഗ്യം നിറഞ്ഞൊരു തല അല്ലെങ്കിൽ സെറിബ്രവും അതുപോലെ തന്നെ നല്ല മെഡലോ ഒബ്ലഗേറ്റീവ് എല്ലാം ദൈവം തരട്ടെ. നല്ല ഓർമ്മശക്തി തരട്ടെ, ബുദ്ധി തരട്ടെ. ദൈവം നല്ലൊരു ന്യൂറോ സർജറിയിലുള്ള ഡോക്ടേഴ്സൊക്കെ നല്ല രീതിയിൽ സർജറി ചെയ്യുവാൻ അനേകം പേര് രക്ഷപ്പെടുവാനുള്ള കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും പ്രത്യേകമായി എല്ലാ ന്യൂറോ സർജന്മാരെ ദൈവം സമർപ്പിച്ചുകൊണ്ടും എല്ലാ നേഴ്സുമാരെ സമർപ്പിച്ചുകൊണ്ടും അതുമായി ബന്ധപ്പെട്ട ന്യൂറോ സർജറി, ന്യൂറോ മെഡിസിൻ അവരെല്ലാവരും വളരെ കാര്യക്ഷമമായി പ്രവർത്തിച്ച് വളരെ പവർ ഹൗസായ നമ്മുടെ തലയുടെ നാഡീവിഭവങ്ങളുടെ പവർ ഹൗസായ
തലച്ചോറിനെയും തലയോട്ടിയെയും ഓരോ ഭാഗങ്ങളെയും നട്ടലിനെയും സുഷ്മനാ നാഡികളെല്ലാം ദൈവം സംരക്ഷിക്കുന്ന പ്രാർത്ഥിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടു കൂടി എൻ്റെ കൊച്ചുമകൾ നിർത്തുകയാണ്. എല്ലാവർക്കും 1000 നന്ദി.